സദസ്സിന് പ്രണാമം. അമ്മ അവൾ പവിത്രയാണ്. ആ പവിത്രതയുടെ വ്യത്യസ്ത മുഖങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഹലോ, അഞ്ജു, എന്റെ പ്രോഗ്രാമിന്റെ ഫൈനൽ റൗണ്ടാടി ഇന്ന്. നീ എല്ലാവരോടും SMS ചെയ്യാൻ പറയണേ. അമ്മേ, രേഷ്മ വിളിച്ചിരുന്നു, അവളുടെ പ്രോഗ്രാം തുടങ്ങാനായിരുന്നു. അച്ഛനോട് വേഗം വരാൻ പറ. ശരിയാ, ഓഫീസിന് വാസുദേവൻ പറഞ്ഞിരുന്നു. നമസ്കാരം. ദ ബെസ്റ്റ് ഓഫ് ജേർണലിസ്റ്റിന്റെ ഗ്രാൻഡ് ഫിനാലെ ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി നമ്മുടെ ജൂറി അംഗങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ പ്രോഗ്രാമിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മത്സരാർത്ഥികൾ കൊണ്ടുവന്ന വിഷ്വലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വിധി നിർണയം. ആദ്യമായി നമുക്ക് രേഷ്മയുടെ റിപ്പോർട്ട് ശ്രദ്ധിക്കാം. ഞാൻ രേഷ്മ. കേരളമെമ്പാടും മാതൃദിനമായി ആചരിക്കുമ്പോൾ ചില അമ്മ മനസ്സുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ പലതും വികൃതമാക്കപ്പെടുമ്പോൾ മാതൃത്വത്തിന്റെ പവിത്രത ചോദ്യം ചെയ്യപ്പെടുന്നു. മാതൃത്വത്തിന്റെ ഭൂതകാലത്തിലേക്ക് ചില വിദ്യാർത്ഥികളുടെ ലഘു ചിത്രീകരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നും ഉണ്ണി വരുന്നത് കാണാൻ എന്തു ഭംഗിയാ. പക്ഷേ എടുത്താടി കളയിപ്പിക്കണം. എന്താ ഒരു വഴി? ഉണ്ണി ഓടി വന്ന ചേച്ചൊരു കൂട്ടം കാട്ടിത്തരാം. നമുക്ക് ആ കുന്നിന്റെ താഴേക്ക് തന്നെ പോകാം. എന്റെ മേലേക്കാട്ട് ഭഗവതിയെ, നേരത്തായിട്ട് എന്റെ ഉണ്ണിനെ കാണുന്നില്ലല്ലോ. ഉണ്ണി, ഉണ്ണി, പൊട്ടപ്പൂതമേ, എന്റെ ഉണ്ണിക്ക് പകരമായി ഈ കണ്ണുകൾ ഞാൻ ദാനമായി തരാം. ഭൂതം നൊന്തുപെറ്റ അമ്മയ്ക്ക് എല്ലാറ്റിലും വലുത് സ്വന്തം കുഞ്ഞാണെന്ന സത്യം നീ മനസ്സിലാക്കുക. ചേഷ്ട, ജോത്സ്യര് പറഞ്ഞതുപോലെ മൂത്തേട്ടത്തിമ്മയാണല്ലോ കഞ്ഞിയുമായി വരുന്നത്. മതില് കെട്ടാൻ. എന്താ എല്ലാവരുടെയും മുഖത്ത് ഒരു വിഷാദഭാവം? ഇത്രയുള്ളോ കാര്യം? വിഷമിക്കണ്ട. പക്ഷേ എന്റെ ഈ വലം കൈയും ഇടം മാറും. നിങ്ങൾ മതിലിനോടൊപ്പം കെട്ടിമറിക്കരുത്. എന്റെ ഈ പൊന്നുമോൻ വിശന്ന് കരഞ്ഞു വരുമ്പോ അവനെ മുലയൂട്ടാൻ വേണ്ടിയാണ്. ഉറ്റവരെ, ആ കരുണ നിങ്ങൾ എന്നോട് കാണിക്കണം. എന്നാൽ ഇന്നത്തെ ചില അമ്മ മനസ്സുകളിലേക്ക് നമുക്കൊന്ന് വിരൽ ചൂണ്ടാം. വേണ്ട, എനിക്ക് കാണണ്ട. കൊണ്ടുപോ ആ ക്യാമറ. അതെനിക്ക് കാണണ്ട. പത്രക്കാരി, ചാനലുകാരി, ഒന്നും എനിക്ക് കാണണ്ട. കൊണ്ടുപോ. എന്നാൽ അമ്മ പറയൂ, എന്താണ് നിങ്ങളുടെ മകന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം? മോളെ, അവനിപ്പോ ഇങ്ങനെയാ, ഓർത്തിറങ്ങാറില്ല. എത്ര പ്രതീക്ഷയോടെയാ നമ്മള് മക്കളെ വളർത്തുന്നത്. പക്ഷെ അവളീ പണി ചെയ്യുമെന്ന് ഈ അച്ഛമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അവള് പറയും, പണ്ടാരം ഉണ്ടായപ്പോ എന്റെ ആർക്കാൻ നിന്നു. എപ്പ നോക്കിയാലും കരച്ചില്. എല്ലാവരും സുഖിച്ചു കിടന്നിറങ്ങുമ്പോ എന്റെ ആർക്കാം. എടിയേ, നീ അതിനെ പ്രാകാതെ 6 മാസമല്ലായിട്ടുള്ളൂ. നിനക്ക് പറ്റൂലെങ്കിൽ എന്റെ കൂടെ ഞാൻ കിടത്തിക്കോളാം. നിങ്ങളെ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. എന്റെ കുട്ടീനെ കൊല്ലണം, വളർത്തണം. എന്താച്ചാ ഞാൻ ചെയ്യും. പക്ഷെ അവളത് ചെയ്തു മോളെ. തുണി അലക്കണ ആ മെഷീനിലിട്ട അവൾ എന്റെ കുട്ടീനെ കൊന്നത്. എന്നിട്ട് അവളുടെ വീട്ടുകാര് പറയാ അവള് മാനസിക രോഗിയാണ്. എത്ര ബുദ്ധിയില്ലെങ്കിലും പെറ്റ തള്ളയ്ക്ക് സ്വന്തം കുഞ്ഞിനെ കൊല്ലാനാവുമോ മോളെ? ഇതാ നിങ്ങളുടെ മുന്നിൽ മറ്റൊരു മുഖം. അവളുടെ കാമുകന്റെ ഒപ്പം ജീവിക്കാൻ എന്റെ കുട്ടീനെ അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നു. എന്നിട്ട് പുറത്തറിഞ്ഞാ കൊല്ലുന്നു. അവിടെ ഒരു ഭീഷണി. എന്റെ മാറ്റി പറഞ്ഞ അസത്താത്. എന്റെ പാവം കുട്ടി എത്ര സഹിച്ചു. നിവർത്തികേടുകൊണ്ടാ അമ്മമ്മേന്ന് വിളിച്ച് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഇത് ലോകത്തെ അറിയിക്കണമെന്ന്. സ്വന്തം മക്കളെ വിട്ട് ജീവിക്കുന്ന അമ്മമാർക്ക് ഇതൊരു പാഠമാവട്ടെ എന്ന് കരുതിയ. ഇതുപോലെ എത്ര മുഖങ്ങൾ, അനുഭവങ്ങൾ നമുക്കിന്നും അജ്ഞാതമായിരിക്കുന്നു. റിസൾട്ട് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക്. സ്വന്തം സുഖത്തിന് വേണ്ടി
നൊന്തുപെറ്റ മക്കളെ വരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന അമ്മമാരുടെ മുഖം തുറന്നു കാട്ടിയ രേഷ്മയാണ് ദ ബെസ്റ്റ് ഓഫ് ജേർണലിസ്റ്റിന്റെ സീസൺ 1 വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. രേഷ്മയുടെ അഭിപ്രായം എന്താണ്? ഇതുപോലൊരു റിയാലിറ്റി ഷോയിൽ വ്യത്യസ്ത മുഖമുള്ള അമ്മമാരെ തുറന്നു കാണിക്കാൻ എനിക്ക് സാധിച്ചതാണ് എൻ്റെ വിജയമായി ഞാൻ കരുതുന്നത്. അതിനെല്ലാവരോടുമുള്ള നന്ദി അർപ്പിക്കുന്നു. സഹൃദയരെ, ഇതുപോലെ ക്രൂര മുഖമുള്ള അമ്മമാർ നമ്മുടെ സമൂഹത്തിൽ ഇനിയും പിറക്കാതിരിക്കാൻ നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.